യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചു റൊട്ടിയാക്കുന്നു. സതീശൻ കതറുടയാതെ നടക്കുന്നു. കണ്ണൂരിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുവാൻ ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ CPM ഗുണ്ടകൾ ചെടിച്ചട്ടിക്ക് തലക്കടിച്ചത് നമ്മൾ കണ്ടതാണ്. ആ ചെറുപ്പക്കാരന് പിന്നീട് എന്ത് സംഭവിച്ചു? വളരെ നിർധന കുടുംബാംഗമായ ആ യുവാവ് മരണത്തോട് മല്ലടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്യാമടക്കമുള്ളവർ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ കിടക്കുകയാണ്. ഷാഫി മാത്രമാണ് ആദ്യ ദിനം അവിടെ പോയത്. അതുപോലെ തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 2023 നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിയമപോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നത്. പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത്. 2023 ഏപ്രിൽ 5-നായിരുന്നു ഈ സംഭവം. അതിക്രൂര മർദ്ദനമേറ്റ സുജിത്തിനെ പാർട്ടി നേതൃത്വം സഹായിച്ചില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. അതിക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, മദ്യപിച്ച് പോലീസുകാരെ ആക്രമിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിക്രൂരമായ മർദ്ദനമേറ്റ് കർണപടം തകർന്ന സുജിത്തിന്റെ പരിക്ക് കണ്ട് മജിസ്ട്രേറ്റാണ് പോലീസിനെതിരെ കേസെടുക്കുവാൻ ഉത്തരവിട്ടത്. ആ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണുക. തൃശ്ശൂർ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കുകയായിരുന്നു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഷട്ടടക്കം ഊരിമാറ്റിയാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. സ്റ്റേഷനിൽ എത്തിയത് മുതൽ 3-ലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം. സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തുമടക്കം അടിക്കുന്നതും തെറിവിളിക്കുന്നതും ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം. SI നുഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. എന്നാൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കുവാനായിരുന്നു പോലീസ് നീക്കം. തുടർന്ന് വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്നും വ്യക്തമായി.
പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണിപ്പോൾ. പിന്നാലെയാണ് വിവരാവകാശപ്രകാരം മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാരന് ലഭിച്ചത്. പാർട്ടിക്ക് വേണ്ടി സമരത്തിനിറങ്ങി അടികൊണ്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒടുവിൽ പദവികളെല്ലാം തിരികെയെടുത്ത് ഒതുക്കുവാൻ ശ്രമിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാരെ പാർട്ടി നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോഴും ചതീശൻ ഫേഷ്യലും ചെയ്ത് ഖദർ വടി പോലെയാക്കി നടക്കുന്നു. എന്തിന്? മുഖ്യമന്ത്രിയാകാൻ. മുഖ്യമന്ത്രി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.